ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ. അപ്പോൾ ഇന്ന് ആർക്കും പോകണ്ട, ഇന്ന് പൂജ വയ്പ്പുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്കും പോകണ്ട, മക്കൾക്കും പോകണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് എഴുന്നേക്കാൻ ഇച്ചിരി വൈകിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനെ ഒരു ദിവസങ്ങൾ കിട്ടുള്ളൂ, നമുക്കൊന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ നടത്താനായിട്ട്. ജോലിക്ക് പോകുന്ന ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ ഹറിബറി ആയിരിക്കും. രാവിലെ ചായക്ക് ഉണ്ടാക്കണം, അങ്ങനെ എല്ലാം കൊണ്ടും തിരക്കായിരിക്കും. ഇന്നിപ്പോൾ ആർക്കും പോകണ്ടാത്ത ഞാൻ ഭയങ്കര റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി ഓടിച്ച് കാണിച്ചേക്കണമെന്ന് മാത്രം. രാവിലെ എഴുന്നേക്കാൻ തന്നെ ഇച്ചിരി വൈകിട്ടുണ്ട്. സമയം ഒരു 6:45 കഴിഞ്ഞ പിന്നെ കേട്ടോ ഞാൻ എഴുന്നേറ്റത്. 5 മണിയായപ്പോൾ എഴുന്നേറ്റ്, പക്ഷേ എഴുന്നേറ്റിട്ട് ഞാൻ ആ കട്ടുമ്പോൾ തന്നെ കിടക്കാറുന്നു, എഴുന്നേറ്റ് വന്നില്ലായിരുന്നു. ഇന്ന് മോന് ട്യൂഷനും പോകണ്ടായിരുന്നു, അപ്പോൾ അവനും അവിടെ തന്നെ കിടക്കാറുന്നു. ഞാൻ ദേ ഒരു 6:45 പോയി അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം ഞാൻ അപ്പത്തിന് വേണ്ടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊങ്ങിയത് നോക്കിയതാണ്. അപ്പോൾ അത് പൊങ്ങിയിട്ടുണ്ട്. പിന്നെ രാവിലെ തലേ ദിവസം കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അത് റാക്കിലേക്ക് എടുത്ത് വെച്ച്, പിന്നെ ആ പാത്രം വയ്ക്കുന്ന ട്രേ ഉണ്ടല്ലോ, അതൊന്ന് വാഷ് ചെയ്തൊന്ന് വെയിൽ കൊള്ളാൻ വേണ്ടി. ഇന്നിപ്പോൾ ചെറിയൊരു വെയിൽ കാണുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ട്, പിന്നെ നമ്മൾ തലേ ദിവസത്തെ ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മക്കളൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ 8 മണിയൊക്കെ ആവും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറില്ല. അതപ്പോൾ രാവിലെയാണ് കൊണ്ടുപോയി കളഞ്ഞത്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ചായ കളപ്പിക്കുന്ന പരിപാടി ഉണ്ടായില്ല കേട്ടോ. പിന്നെന്താ, എനിക്ക് ഭയങ്കരമായിട്ട് പാൽ ചായ കുടിക്കാനായിട്ടൊരു തോന്നല്. അപ്പോൾ അത് കാരണം ഞാൻ പാലും കുറച്ച് ദിവസം മുമ്പ് മേടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എനിക്ക് മാത്രമായിട്ട് ഇട്ട് അടുപ്പത്ത് വെച്ചേക്കാം കേട്ടോ. പിള്ളേർക്കൊന്നും കൊടുക്കണ്ടല്ലോ എന്ന് ചായ കുടിക്കുന്നത് അത്ര നല്ല ശീലമല്ലല്ലോ. പിന്നെ ഇവർക്ക് മക്കൾക്കൊന്നും താല്പര്യമില്ല കേട്ടോ. എൻ്റെ ഇഷ്ടത്തിനാണ്. ഇവർക്ക് കുടിക്കുകയാണെങ്കിൽ ഇവർക്ക് കട്ടൻ ചായയോട് കൂടുതലും താല്പര്യം. പിന്നെ എനിക്കൊരു തോന്നൽ ഞാൻ ഇത്തിരി പാൽ ചായ അടുപ്പത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കേട്ടോ കരുതിയേക്കണേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആരും അതിൽ പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ആരാന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും മിണ്ടുണ്ടായിരുന്നില്ല, മോളായിരുന്നു കേട്ടോ. അപ്പോൾ അവളോട് ഞാൻ എഴുന്നേറ്റ് ഇപ്പോൾ ഫ്രണ്ടിലെ മിറ്റൊന്ന് അടിച്ച് കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായപ്പൊടി ഇടാൻ നോക്കിയപ്പോഴാണ് പാല് പിരിഞ്ഞു കേട്ടോ. അത് കുറച്ച് ദിവസമായി പൊട്ടിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ അത് വേഗം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ചായപ്പൊടി എന്തായാലും ഗോവിന്ദയായി. പിന്നെ ഞാൻ മുട്ട റോസ്റ്റിനുള്ള സവാളയും പച്ചവളയും ഇഞ്ചിയൊക്കെ നന്നാക്കി എടുക്കണം. ഇന്നിപ്പോൾ ജോലിക്കൊന്നും പോകണ്ടാത്ത കാരണം കേട്ടോ അതിപ്പോൾ രാവിലെ നന്നാക്കി എടുക്കണത്. അതല്ലെങ്കിൽ ഇതൊക്കെ ഇന്നലെ ചെയ്ത് വയ്ക്കുന്ന പരിപാടികളാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വലിയ കാര്യമായ ജോലികളൊന്നും ചെയ്ത് തീർത്തിട്ടില്ല കേട്ടോ. പിന്നെ അവധി ആയതുകൊണ്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ താളം ചവിട്ടി അങ്ങോട്ട് നടപ്പാറുന്നു. അതിൻ്റെ ഇടയ്ക്ക് സവാളയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വഴറ്റാനിട്ടുണ്ട് അരിഞ്ഞ്. സവാള കുറച്ച് അരിഞ്ഞിട്ട് പിന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചീഞ്ഞട്ടിലേക്ക് തന്നെ ഇടാറുണ്ട്. പിന്നെ അതിൻ്റെ വേസ്റ്റ് ഇടാനായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മുറം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ലാവ് പിന്നെ ആകെ മെനയാടാക്കണ്ടല്ലോ എന്നിരിക്കുന്നു. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ മുറത്തിലുള്ളത് അങ്ങനെ പുറത്തു കൊണ്ടുപോയി കളഞ്ഞാൽ മതിയല്ലോ. അതിൻ്റെ ഇടയ്ക്ക് സവാളയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി തക്കാളി ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ആദ്യമൊക്കെ എൻ്റെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വലിയ രുചി ഉണ്ടാവാറില്ല. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ വന്നത് നമ്മൾ ഉണ്ടാക്കിയുള്ള ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ അതൊന്ന് വാടി വന്ന നേരം കൊണ്ട് ഞാൻ കരുതി ഫ്രണ്ടിൽ മിറ്റം മുളടിച്ചായിരുന്നു, ബാക്കിൽ കുറച്ച് ഭാഗം അടിക്കാനുണ്ട്. കട്ടയിട്ടാണ് നമ്മൾ വീടിന് ചുറ്റും കട്ടയിട്ടൊക്കെ ഉണ്ട്, അത് തന്നെ അടിച്ച് വരാനൊക്കെ എളുപ്പം. എന്ത് ചെയ്യുക, അത്രയും ഭാഗം ഒന്ന് വേഗം ഒന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട് കേട്ടോ. അത് തലേ ദിവസം അടിച്ചിട്ടില്ല, അതാണ് ഇത്രയും ഇല, അല്ലെങ്കിൽ ഇത്രയും ഇലയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് അടിച്ച് വാരി വന്നപ്പോഴേക്കും എന്ത് ചെയ്യും നമ്മുടെ അപ്പോഴേക്കും മുട്ട റോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും മുട്ട ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ മോനെ ഞാൻ കടയിൽ ഇട്ടേക്കായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് മുട്ട മേടിക്കാൻ പോയപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പാലും കൂടി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുട്ട റോസ്റ്റിൽ ഇത്തിരി തക്കാളിയൊക്കെ ഒന്ന് വഴി ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ ഗ്യാസ് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഗ്യാസ് ഓഫ് ചെയ്തിട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാൻ വയ്ക്കുകയാണ്. മുട്ട പുഴുങ്ങാൻ വെക്കണോണ്ട് 3 മുട്ട വെക്കണോളൂ കേട്ടോ. ഞങ്ങൾക്ക് 3 പേരല്ലേ ഉള്ളൂ, 3 മുട്ടയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ദോശമാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇട്ടായിരുന്നു ഞാൻ ഉപ്പുണ്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി വെച്ചിട്ട് സമയം ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരമൊക്കെ പോയിരുന്നു TV കാണലൊക്കെ പരിപാടിയായിരുന്നു കേട്ടോ. മക്കളെ പോയിരുന്നു. കുക്കർ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ആ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ ദോശ ഞാൻ പാലപ്പമായിട്ടാണ് ചുട്ടുന്നത്. ഇത് പാലപ്പമായിട്ടും ചുട്ടെടുക്കാം, അല്ലാണ്ട് അപ്പമായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അപ്പമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ശരിക്കും ഇത്തിരി വെളുത്തുള്ളിയും ജീരകം കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല, ഞാനിപ്പോൾ പാലപ്പമായിട്ടാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഞാൻ അതേപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുട്ടയൊക്കെ തൊണ്ട് പൊളിച്ചിട്ട് ഞാൻ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മുട്ടയിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാമെന്ന് കരുതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാല് എന്താണ് ഏലക്കായ ഇട്ട് ചായ കുടിക്കാനൊരു പൂതി. അപ്പോൾ രണ്ട് ഏലക്കായ ഒന്ന് പൊടിച്ചിട്ട് അതും കൂടി ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ. മക്കൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഏലക്കായ ഇട്ട്, പാൽ ചായനോട് താല്പര്യമില്ല. ഇന്നിപ്പോൾ കുടിക്കുക ഇല്ലയെന്ന് കണ്ടറിയണം. എന്തായാലും ഞാൻ എല്ലാവർക്കും ഉള്ളത് ഇന്നിപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചായ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊന്ന് ചായ ഒന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ. എനിക്ക് ചായ എടുക്കുമ്പോൾ എപ്പോഴും പതഞ്ഞിരിക്കാനാണ് ഇഷ്ടം. പിന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി പോകുന്നുണ്ട്. എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വയ്ക്കുകയാണെങ്കിൽ നമുക്കും ഒരു സമാധാനമാണ്. അല്ലാണ്ട് ഈ സിങ്കിൽ എല്ലാ പാത്രങ്ങളും ഒരുമിച്ച് കാണുമ്പോൾ പിന്നെ ഒരു സമാധാനക്കേടാണ്.
ഞാൻ ആദ്യമൊക്കെ അവധി ദിവസങ്ങളിൽ ഇങ്ങനെയായിരുന്നു, എല്ലാം കൂടി ആ സിങ്കിൽ കൊന്നിട്ട് ഒരുമിച്ച് കഴുകാനായിരിക്കും നിൽക്കും. അങ്ങനെ കാണുമ്പോൾ പിന്നെ നമ്മൾ മടിക്കും, പിന്നെ ഓരോ പണി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ അവിടെ ഇട്ടുണ്ടോ. പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ, അതാത് സമയത്ത് അതങ്ങോട്ട് കഴുകി വെച്ചേക്കും. ഒക്കെ അങ്ങനെ പാത്രങ്ങൾ തീർന്നു കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണത്. പിന്നെ അതേ ചായയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതേ ഒന്നും മക്കൾക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പറയും, പക്ഷേ അവർ അതിനകത്ത് എടുക്കുന്ന സവാളയും തിന്നില്ല കേട്ടോ. അവർ ആ ഗ്രേവി അത് മാത്രം കൂട്ടിയായിരിക്കും കഴിക്കുന്നത്. മോള് കഴിച്ചോളും, മോനട്ടോ അങ്ങനെ. അപ്പോൾ അവൻ്റെ അറിഞ്ഞുള്ള സവാളയൊക്കെ നിറച്ച് വേസ്റ്റായിരുന്നു. ഞാൻ അതൊക്കെ വേസ്റ്റിലിട്ട് ഇനി ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കണം കേട്ടോ. അപ്പോൾ ക്ലാസ്സില്ലാത്ത ദിവസം അല്ലാത്ത ദിവസമാണെങ്കിൽ അവർ കഴിക്കുള്ളൂ. ഇന്നിപ്പോൾ ഞാനവിടെ ഇരുന്നാലും എൻ്റെ കയ്യിലേക്ക് എല്ലാം കൂടി തന്നുള്ളൂ. ഇനി എന്തായാലും അവിടെ നിന്ന് വെച്ചു. ഇനിയിപ്പോൾ അവർ ടി വി കണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പൂജയിപ്പുള്ളോ, പുസ്തകം തുറക്കണ്ട, അപ്പോൾ ഒരു കാരണമായാലും ഒന്ന് പറയാനായിട്ട്. പിന്നെ ഞാൻ രാവിലെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ, വെളുപ്പിന്. അപ്പോൾ എഴുന്നേറ്റപ്പോൾ ഞാൻ ചിക്കനൊന്ന് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചത്തേക്ക് ചിക്കൻ വറക്കാൻ കേട്ടോ എഴുതേക്കണം. പിന്നെ തലേദിവസം ഉണ്ടാക്കിയ മാങ്ങക്കറി ഇരിപ്പുണ്ട്. ആ സമയത്ത് നമ്മൾ ചിക്കൻ വെള്ളത്തിലിടേണ്ട കാര്യമില്ല, രാവിലെ എഴുന്നേറ്റിട്ട് ഇട്ടാൽ മതി. ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ ഒരു 2:30 എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാര്യമില്ല, അവൻ ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ ഉറക്കം പോയി. പിന്നെ എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും എഴുന്നേറ്റിരിക്കാനുള്ളൂ എന്ന് കരുതി ഞാൻ ആ ചിക്കൻ അപ്പം കൊണ്ട് വെള്ളത്തിലിട്ടതാ കേട്ടോ. പിന്നെ തലേദിവസം ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, രാത്രിയിലത്തേക്ക് വെച്ച ചോറുണ്ട്. പിന്നെ മക്കളാരും ചോറുണ്ടില്ല. പിന്നെ അതാരും ഞാൻ ചോറ് ഊറ്റാനും പോയില്ല കേട്ടോ. ഇതിപ്പോൾ ചോറൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് വാർക്കാൻ വേണ്ടിയാണ് നോക്കിയത്. അപ്പോൾ അതിനകത്ത് വെള്ളം ഇച്ചിരി കുറവുണ്ടായിരുന്നു. ഞാനത് വെള്ളം വെച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് വാഷിംഗ് മെഷീനിൽ തുണികൾ കുറച്ചിടാനായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊണ്ടുപോയി ഇടാൻ പോയി. പിന്നെ മുകളിൽ എൻ്റെ തുണികൾ കുറച്ച് കിടപ്പുണ്ട്, അതൊന്ന് മടക്കി കൊണ്ടുവരാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ മാത്രം ഞാൻ ഇപ്പോൾ എടുക്കണുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ അവധി ആയതുകൊണ്ട് പിള്ളേരുടെ ഒക്കെ അവരെ കൊണ്ട് തന്നെ മടക്കിക്കാമെന്ന് കരുതി. സാധാരണ എല്ലാം കൂടി താഴത്തെ റൂമിൽ കൊണ്ടിട്ട് അവിടെ ഇരുന്ന് മടക്കി എടുക്കലുള്ള സമയം മാറി. ഇന്നിപ്പോൾ എന്തായാലും അവധിയുള്ളൂ എന്ന് കരുതിയാണ് ഞാനത് പയ്യെ മടക്കി എടുത്തുകൊണ്ടെന്നാൽ മതി, വേറെ ഒന്നും ചെയ്യാറൊന്നുമില്ലോ എന്ന് കരുതിയാണ് മോളിൽ നിന്ന് തന്നെ മടക്കി കൊണ്ടുവരാമെന്ന് വെച്ചത്. ഇനിയിപ്പോൾ ഇതേ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം പോയി തുടങ്ങണമല്ലോ, അപ്പോൾ അതൊന്നും എടുത്ത് ഞാൻ ആ ട്രേയിലേക്ക് വെക്കാം കേട്ടോ. പിന്നെ അതേ കുറച്ച് തുണികൾ അലക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതേ അലക്കാൻ നിൽക്കാറുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഒരു ചേച്ചിനെ വിളിച്ചത്. ആ ചേച്ചി അവിടെ ലൂപിക്കണം മറന്നിപ്പുണ്ട്. അപ്പോൾ അവർ ഷീറ്റുമേക്ക് കിടക്കാറുണ്ട്. അപ്പോൾ അത് കുറച്ച് വെട്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ലൂപിക്ക് വേണമെങ്കിൽ ഒന്ന് പറക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ മോൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഈ സംഭവം. അപ്പോൾ ഞാനും മോളെ വിളിച്ചുകൊണ്ടായിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി പോയി അവിടെ നിന്ന് കുറച്ചുള്ള ലൂപികകളൊക്കെ പറക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അലക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ കാണുന്ന പരിപാടി ഇതുണ്ട്. അവൾ തന്നെ അത് ഉപ്പിലിട്ട് വെച്ചേക്കാറുണ്ട്. ഞാനാകുമ്പോൾ ഇപ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ പേരൊക്കെ അത് ചെയ്തു. എന്തായാലും നന്നായി, എനിക്ക് അത്രയും പണിഭാരം കുറഞ്ഞു. നല്ല കാര്യമൊന്നും കരുതിയുള്ളൂ ഞാൻ. അത് ഞാൻ കുറച്ച് പറമ്പൊക്കെ അടിക്കാനുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി പറമ്പൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അതായിരുന്നു നിറച്ച് കരിയിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വേണമെങ്കിൽ 2 ദിവസമായിട്ട് ഒരു ചെറിയ വെയിലും കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അടിച്ചാൽ പോവുകയും ചെയ്തോളൂ. അതാണ് ഞാൻ വേഗം ആ കരിയിലുകളൊക്കെ ഒന്ന് അടിച്ച് കൂട്ടാൻ കേട്ടോ. ഇതിപ്പോൾ തീയിടൽ നടക്കില്ല, കാരണം വലിയ കാര്യമായിട്ട് അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ആ തീയിടണമെങ്കിൽ ഇനി 2-3 ദിവസം കഴിയേണ്ടി വരും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ അടിച്ച് കൂട്ടി വെച്ചിട്ട് ഞാൻ വൈകുന്നേരം എങ്ങാനും മക്കളെ രണ്ടുപേരെയും വിളിച്ചിട്ട് അതൊരു സൈഡിലേക്ക് കൊണ്ടുപോകാൻ കരുതി, പറമ്പിൻ്റെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയിടാൻ കരുതി ഇരിക്കണേ. ഇത് പഠിക്കാവുന്ന കരിയിലേ ഉള്ളത് കൊണ്ട് കേട്ടോ ഞാൻ ചൂലും കൊണ്ട് അടിച്ചത്. അതല്ലെങ്കിൽ ഞാനിവിടെ കമ്പി ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ കമ്പി, അപ്പോൾ അത് വെച്ച് മാടി ഞാനൊരു സൈഡിലേക്ക് കൂട്ടുള്ളൂ. അപ്പോൾ അതേ പറമ്പടിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം കുറച്ച് ഭാഗമൊക്കെ ഒന്ന് മെനയായി കിടപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് TV കണ്ടു. പിന്നെ കണ്ട് അടുക്കളയിലേക്ക് കയറുന്നത്. ഇനിയിപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വറക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ചോറിനാണ് കേട്ടോ. അപ്പോൾ അവനിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, അവൻ കുറച്ച് കഴിയുമ്പോൾ ചോറുണ്ടോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ 2 കഷ്ണം ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതും മാങ്ങക്കറിയും ചിക്കനും കൂടി കേട്ടോ ഞാൻ അടുത്താണ്. അവൾ ചിക്കൻ മാത്രം എടുത്തിട്ടുള്ളൂ, ചിക്കനും മാങ്ങക്കറിയും മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും ബൈ.